നാനോ വൈറ്റിൽ സ്ക്രാച്ച് കളയാൻ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ടൈലിൻ്റെ മുകളിൽ വരുന്ന മെറ്റൽ സ്ക്രാച്ചുകൾ നമുക്ക് കളയാനായിട്ട് സാധിക്കും. നാനോ വൈറ്റിന് ഇച്ചിരി ടെമ്പർ ഉള്ളതുകൊണ്ട് ഇച്ചിരി പോകാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടാവും. എന്നാലും മെറ്റലിൻ്റെ ഒരു പ്രശ്നം ഈ നാനോ വൈറ്റിൽ വരുന്നില്ല. ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ടൈലുകളിലെ പോറൽ എങ്ങനെ, അതായത് അലുമിനിയം ഇരുമ്പും ഒക്കെ ഉപയോഗിച്ച് സ്ക്രാച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെ മാറ്റാമെന്നുള്ള വീഡിയോ ആണ്. അതേപോലെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ ഇന്ന് എടുത്തിരിക്കുന്ന വാൾട്ടൈലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫുൾ ബോഡി വെട്രിഫൈഡിലെ ആണ് അലുമിനിയത്തിൻ്റെ സ്ക്രാച്ച് കളഞ്ഞത്. അപ്പോൾ നമ്മൾ മെറ്റൽ സ്ക്രാച്ചും അലുമിനിയം കൊണ്ട് സ്ക്രാച്ചും എങ്ങനെ മാറ്റി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും, ബൈ കാണാം. അപ്പോൾ ഇതാണ് നാനോ വൈറ്റ് G7. അപ്പോൾ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇത് വാൾട്ടൈലാണ്. വാൾട്ടൈൻ്റെ ഒരു പീസാണ്. ഒരു ഫുൾ അലുമിനിയത്തിൻ്റെ ഒരു ചുറ്റുമുണ്ട്, പിന്നെ ഇരുമ്പിൻ്റെ ഒരു പീസുണ്ട്. അതുകൂടാതെ നമ്മുടെ കെമിക്കൽ കൂടി ഉണ്ട്. നമുക്ക് അലുമിനിയത്തിൻ്റെ ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ പാട് വരുത്താം. അതേപോലെ ഈ നാനോ വൈറ്റിൽ നമുക്ക് പാട് വരുത്താം. നമുക്ക് ക്ലിയറായിട്ട് അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ മെറ്റലിൻ്റെ ഇരുമ്പാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ കൂടി ഇതിൽ വരയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒഴിച്ചൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇത് പോകത്തില്ല. അലുമിനിയത്തിൻ്റെ പാട് പോകുന്നില്ല. ഇരുമ്പിൻ്റെ ഒരു മേളിലൊരു ചെറിയൊരു സ്ക്രാച്ച് മാത്രം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുണ്ടാക്കിയെടുത്ത് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് ഇത് കളയാം. അതുകൊണ്ട് അലുമിനിയം വെച്ച് സ്ക്രാച്ച് ചെയ്ത് ഇത് നമ്മൾ അലുമിനിയത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പൊറിച്ചതാണ്. ഇത് ഇരുമ്പ് ഉപയോഗിച്ച് പൊറിച്ചു. ആദ്യം തന്നെ നമ്മൾ അലുമിനിയത്തിൻ്റെ സ്ക്രാച്ചിലാണ് വരയ്ക്കുന്നത്. നമ്മുടെ കെമിക്കൽ ഉപയോഗിച്ച് നമ്മുടെ കിച്ചൺ സ്ലാബിൽ നാനോ വൈറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നാനോ വൈറ്റാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. ഇത് അലുമിനിയത്തിൻ്റെ സ്ക്രാച്ച് ആയാൽ നമ്മൾ പാത്രമൊക്കെ നമ്മുടെ സിങ്കിൻ്റെ വാഷ് അവിടെ നാനോ വൈറ്റ് അല്ലെങ്കിൽ ഗ്രാനൈറ്റിൽ അതിൻ്റെ മുകളിൽ വെച്ച് പാത്രമൊക്കെ ഇടുമ്പോൾ സ്ക്രാച്ച് ഒക്കെ വരുമ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് തന്നെ മാറ്റിക്കളയാനായിട്ട് ഈ കെമിക്കൽ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഇരുമ്പ് കൊണ്ടാണ് സ്ക്രാച്ച് വരുത്തിയിരുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. അലുമിനിയം പോലെ അത്ര എളുപ്പമല്ല ഇരുമ്പിൻ്റെ സ്ക്രാച്ച്. കാരണം ഇച്ചിരി അധിക നേരം ചെയ്തെങ്കിൽ മാത്രമേ ഇരുമ്പിൻ്റെ സ്ക്രാച്ച് നമുക്ക് കളയാനായിട്ട് സാധിക്കുള്ളൂ. നല്ലതുപോലെ തന്നെ ഉരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇരുമ്പിൻ്റെ സ്ക്രാച്ച് പൂർണ്ണമായിട്ടും ഈ ടൈലിൽ നിന്ന്
ഏതൊരു ടൈലിൽ നിന്നായാലും കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ അപ്പോൾ നമ്മൾ ഇരുമ്പിൽ വരുന്ന സ്ക്രാച്ച് കളയാനായിട്ട് ഒരുപാട് പ്രസ്സിങ് സമയവും വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നാലൊരു ആവറേജ് അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും സമയമെടുക്കും നമുക്ക് ഈ ഇരുമ്പിൻ്റെ സ്ക്രാച്ച് കളയാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ടൈലിൻ്റെ സ്ക്രാച്ച് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആ വീട്ടിലെ തുരുമ്പിൻ്റെയും അതുകൂടാതെ അലുമിനിയം വെച്ച് ഉപയോഗിച്ച് പോർച്ചേൻ്റെയും സ്ക്രാച്ചാണ് മാറ്റാനുള്ളത്. നമ്മൾ ടൈലിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ ആ വീട്ടിലെ സ്ക്രാച്ച് കളയാൻ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ടൈലിൻ്റെ മുകളിൽ വരുന്ന മെറ്റൽ സ്ക്രാച്ചുകൾ നമുക്ക് കളയാനായിട്ട് സാധിക്കും. നാനോ വൈറ്റിന് ഇച്ചിരി ടെമ്പർ ഉള്ളതുകൊണ്ട് ഇച്ചിരി പോകാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടാവും. എന്നാലും മെറ്റലിൻ്റെ ഒരു പ്രശ്നം ഈ നാനോ വൈറ്റിൽ വരുന്നില്ല. യാതൊരുവിധ കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് യാതൊരുവിധ സ്ക്രാച്ചസും വരുന്നില്ല എന്നുള്ളതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും പോയിട്ടുണ്ട്. ടൈലിൽ നിന്നും അതേപോലെ തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടിന്നർ ഉപയോഗിച്ച് ടിന്നർ ഉപയോഗിച്ച് നമ്മുടെ കെമിക്കലൊന്ന് ടൈലിൽ നിന്ന് തുപ്പ് മാറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രാച്ചസ് ഒന്നും തന്നെ അലുമിനിയത്തിൻ്റെ ആയാലും നാനോ വൈറ്റിലില്ല. ടൈലിൽ നമ്മൾ മെറ്റൽ ഉപയോഗിച്ചും അലുമിനിയം കൊണ്ടും വരുത്തിയ സ്ക്രാച്ചുകൾ നമുക്ക് പൂർണ്ണമായിട്ടും കളയാനായിട്ട് തന്നെ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.